ഇടയ്ക്ക് വെച്ച് ആ വീഡിയോ കട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ വിൽ കണ്ടിന്യൂ വിത്ത് ദ സിന്തസിസ് ഓഫ് ട്രിപ്റ്റോഫാൻ. അപ്പോൾ ട്രിപ്റ്റോഫാൻ്റെ സിന്തസിസ് എങ്ങനെയാണ്? ഫ്രം ഇൻഡോൾ 3 ആൽഡിഹൈഡ്. ഓക്കെ, ഇൻഡോൾ 3 ആൽഡിഹൈഡിനെ ബെൻസോയിൽ ഗ്ലൈസീൻ വെച്ച് ട്രീറ്റ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആൻഹൈഡ്രൈഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഒരു ലാക്ടോൺ ആണ്. എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ലാക്ടോണിൽ? ഇവിടെ ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ഈ ഇൻഡോൾ 3 ആൽഡിഹൈഡിൻ്റെ ഓക്സിജനും ഈ ട്രിപ്റ്റോഫാൻ്റെ ഈ ഗ്ലൈസീൻ്റെ CH2ൻ്റെ ഹൈഡ്രജനും കൂടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ബാക്കിയുള്ളതെല്ലാം സിമിലർ ആണ്. എന്നിട്ട് ഇവിടെ ഒരു ഡീഹൈഡ്രേഷൻ, ഇവിടെയും ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഒരു ഡീഹൈഡ്രേഷൻ നടക്കുകയാണ്. എന്നിട്ട് ഒരു ലാക്ടോൺ ഫോം ചെയ്യും. ഓക്കെ, ഈ കോമ്പൗണ്ടിനെ ലാക്ടോൺ എന്ന് പറയും. ഈ ലാക്ടോൺ പിന്നീട് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും ആ റിങ്, ആദ്യം ഫോം ചെയ്ത റിങ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഒരു സ്ഥലത്തുനിന്ന് മാത്രമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ട് സ്ഥലത്തുനിന്നും എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സൈക്ലിക് സ്ട്രക്ചറിനെ വീണ്ടും റിങ് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഫോം ചെയ്ത തിരിച്ച് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന അതേ സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടുകയാണ്. അതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യാണ് യൂസിങ് സോഡിയം അമാൽഗം. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ എവിടെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഈ ഡബിൾ ബോണ്ടാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു CH2 റിഡക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അവിടുത്തെ റിഡക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേനുമാണ് ഇതല്ല റിഡക്ഷൻ നടന്നിട്ടുണ്ടാവുന്നത്. റിഡക്ഷൻ നടന്നിട്ട് ഇതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, റിഡക്ഷൻ നടന്നിട്ടുണ്ടാവുന്നത് അവിടെ ഒരു CH2 CH COH CH ഈ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഒരു ബോണ്ടാണ് CH2. ഇവിടെ റിഡക്ഷൻ നടന്ന് ഒരു ബോണ്ട് CH2 CH COH NHCO C6H5. ഇനി ഇങ്ങനെ ഓക്കെ, ഒരു ലാക്ടോൺ ഫോം ചെയ്തു. ലാക്ടോണിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് റിങ് ഓപ്പൺ ചെയ്തു. റിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്യാണ്. സോഡിയം അമാൽഗം വെച്ച് റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യാണ് യൂസിങ് ആസിഡ്. HCl ഉപയോഗിച്ച് ഹൈഡ്രോളൈസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇവിടുത്തെ ഈ ബെൻസോയിൽ ഗ്രൂപ്പ് ഹൈഡ്രോളൈസ് ചെയ്ത് പോകും. ഇവിടെ COCl, ഇവിടെ Hഉം ആഡ് ചെയ്യും. എന്നിട്ട് ട്രിപ്റ്റോഫാൻ ഫോം ചെയ്യും. Okay, but this is the synthesis of tryptophan from indole 3 aldehyde. Okay, indole 3 aldehyde ne ആദ്യം ബെൻസോയിൽ ഗ്ലൈസീൻ വെച്ച് ബെൻസോയിൽ ഗ്ലൈസീൻ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലാക്ടോൺ, അസാലാക്ടോൺ എന്നാ പറയുക, അസാലാക്ടോൺ ഫോം ചെയ്യും. അതിനെ റിംഗ് ഓപ്പണിംഗ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടാണ്. റിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനെ സോഡിയം അമാൽഗം വെച്ച് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്യാണ് യൂസിങ് HCl ടു ഗിവ് tryptophan. Okay, this is the synthesis of tryptophan from indole 3 aldehyde, and this synthesis is called Erlenmeyer asalactone synthesis. Erlenmeyer asalactone synthesis of tryptophan. ഓക്കെ, അപ്പോൾ ഈ 3 കോമ്പൗണ്ട്സിൻ്റെ സിന്തസിസ് ആണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിന്തസിസ് ഓഫ് ഗ്ലൈസീൻ, അലാനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ ആക്ച്വലി അമിനോ ആസിഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോട്ടീൻസിലേക്ക് പോകണം. അതിനു മുന്നേ അമിനോ ആസിഡിന് മാത്രം ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ നമുക്ക് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം.